കണ്ണൂർ ചെമ്പേരിയിൽ 41കാരൻ വീട്ടിനകത്ത് മരിച്ച നിലയിൽ. മരിച്ചത് കൈനാട്ടുകുന്നയിൽ രാജേഷ്. കണ്ടെത്തിയത് വീട്ടിനകത്തെ കസേരയിൽ മരിച്ച നിലയിൽ. കുടിയൻമല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ വാഹനാപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ചു. കാറിലുണ്ടായിരുന്നത് ഒരു കുടുംബത്തിലെ 5 പേർ. ആളപായമില്ല. അപകട കാരണം കാറിന്റെ അമിത വേഗം. വയനാട് ദുരന്തത്തിൽ സഹായവുമായി കേരള അസോസിയേഷൻ ബീഹാർ. സംഭാവനയായി നൽകിയത് 46 കുടുംബങ്ങൾക്ക് 13 ലക്ഷം രൂപ. സഹായം നൽകിയത് സംഘടനയിലെ 140 അംഗങ്ങൾ. ടൊവിനോ തോമസ് പ്രധാന കഥാപാത്രമായി പുറത്തിറങ്ങിയ ചിത്രം അജയന്റെ 2ാം മോഷണത്തിന്റെ വ്യാജപതിപ്പ് പുറത്ത്. വ്യാജപതിപ്പ് ഒരാൾ മൊബൈൽ ഫോണിൽ കാണുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സംവിധായകൻ ജിതിൻലാൽ. സംഭവം ഹൃദയഭേദകമെന്നും സംവിധായകൻ. ഇംഗ്ലീഷ് ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ വിചാരണ ആരംഭിച്ചു. ധനകാര്യ നിയമങ്ങൾ ലംഘിച്ചു എന്ന ആരോപണത്തിലാണ് വിചാരണ. നടപടി 2009 മുതൽ 2018 വരെയുള്ള ക്ലബിന്റെ വരുമാന വിവരങ്ങൾ പ്രീമിയർ ലീഗ് അധികൃതർക്ക് ലഭ്യമാക്കാത്തതിനെ തുടർന്ന്. കേസിൽ വിധി പ്രസ്താവം 2025. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ നാളെ മുതൽ പാളങ്ങളിലേക്ക്. ട്രെയിൻ എത്തുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഭുജ് പാതയിൽ. ആഴ്ചയിൽ 6 ദിവസവും സർവീസ് നടത്തും. പുറത്തിറക്കിയിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള മെട്രോ ട്രെയിൻ. ഉത്തർപ്രദേശിൽ സ്വന്തം മരണവാർത്ത സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കാസഗൻ സ്വദേശി മുകേഷ്. ഇത്തരം വാർത്തകളിലൂടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുവെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ്. കൊല്ലം പോരുവഴി അൽമദീന ഇസ്ലാമിക് സെന്റർ മിലാദ് റാലിയും മിലാദ് സമ്മേളനവും നടത്തി. പരിപാടി നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി. റാലിയിൽ അണിനിരന്നത് 100 കണക്കിന് പ്രവാചക പ്രേമികൾ. മിലാദ് സമ്മേളനം പോരുവഴി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു.